ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും നോമ്പിലേക്ക് പ്രവേശിച്ചു. നോമ്പിൻ്റെ ഒരു ആധ്യാത്മിക ചൈതന്യത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശരിക്കും നോമ്പിൽ ഈശോടൊപ്പമുള്ള യാത്രയിലാണ്. ഈ നോമ്പിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു ആണല്ലോ. ക്രിസ്തുവിലേക്കുള്ള യാത്രയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നെല്ലാം നമ്മളെല്ലാം അറിയപ്പെടുന്നത് എന്തെങ്ങനെയാണ്? മനുഷ്യൻ ഒരു യാത്രയിലാണ്. യാത്ര എങ്ങോട്ടാണ്? അവൻ്റെ യാത്ര സ്വർഗത്തിലേക്കാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ യാത്ര സുഗമമാക്കുവാൻ, മനോഹരമാക്കുവാൻ സഭ അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടായ്മ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നോമ്പ്, അല്ലേ? അപ്പോൾ ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഒത്തിരി ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ നമുക്ക് പറഞ്ഞു തരാൻ ഒത്തിരി ഗുരുക്കന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം, എങ്ങനെയാണ് നോമ്പ്, ശരിക്കുമുള്ള നോമ്പ് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത്? നോമ്പിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് വേറൊന്നുമല്ല, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനുള്ള ഒരുവൻ്റെ ദാഹമാണല്ലോ നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്തെന്നറിയാൻ പറ്റും, ക്രിസ്തുവിനെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റും, ക്രിസ്തു കടന്ന വഴിയെ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റും, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം ശരിക്കുമുള്ള നോമ്പ് ഇതാണ്. ക്രിസ്തുവിനെ അല്പം കൂടെ ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നോമ്പിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വചനഭാഗ്യം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. അത് നമ്മുടെ മർത്തായും മറിയത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ മർത്തായും മറിയയും കർത്താവിനെ ഒത്തിരി സ്നേഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ക്രിസ്തു ഒത്തിരി യാത്രയൊക്കെ ചെയ്ത് ഇവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? വെള്ളം കൊടുക്കുക എന്നുള്ളതാണല്ലോ. പക്ഷേ മറിയം എന്താണ് ചെയ്തത്? കർത്താവിൻ്റെ കൂടെ വെറുതെ ഇരിക്കുകയാണ്, ഒരു പണിയും ചെയ്യാതെ കർത്താവിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കൂടെ ഇരിക്കുകയാണ്. പക്ഷേ മർത്ത എന്ത് ചെയ്തു? മർത്ത കർത്താവിന് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറ്റപ്പെടുത്തേണ്ട ആരെയാണ്? മറിയത്തെയാണ്. കാരണം മറിയം ഒരു പണിയും ചെയ്യാതെ ദൂരെ നിന്ന് യാത്ര ചെയ്ത ഒരാൾ വരുമ്പോൾ ആളെ മൈൻഡ് ചെയ്യാതെ അവിടെ കുത്തിയിരിക്കുക, അല്ലെങ്കിൽ ആൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം. പക്ഷേ ഈ ഒരു വചനത്തിൻ്റെ അവസാനം എന്താണ് കാണുന്നത്? ക്രിസ്തു ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ക്രിസ്തു മർത്തായെയാണ് കുറ്റപ്പെടുത്തിയത്. മർത്ത, യു ആർ വറീഡ് ഓഫ് സോ മെനി തിങ്സ്, നീ പല പല കാര്യത്തിൽ വ്യഗ്രചിത്തയാണ് അപ്പം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മർത്ത പറയുന്നുണ്ട്, കർത്താവേ, മറിയം എന്നെ ജോലിക്ക് തന്നെ വിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈശോ പറയുന്നുണ്ട്, മറിയം അവളുടെ ഭാഗത്ത് ബെറ്റർ ഭാഗം അവൾ തിരഞ്ഞെടുത്തു. അത് അവളുടെ ജീവിതത്തിന് എടുക്കത്തുമില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം മർത്താട് എന്താ പറയുന്നത്? നീ പല പല കാര്യത്തിൽ വ്യഗ്രചിത്തയും അസ്വസ്ഥയുമാണെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ധ്യാന വിഷയം എന്താണ്? ഇവിടെ ശരിക്കും ആരെ കുറ്റപ്പെടുത്തി? ഈശോ മർത്തായെ കുറ്റപ്പെടുത്തി. മറിയം കർത്താവിന് സ്നേഹത്തിലേക്ക് അടുപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്, ധ്യാന വിഷയമായ ചോദ്യം ഇതാണ്. ഇവിടെ മർത്തായ്ക്കാണോ ക്രിസ്തുവിനെ കൂടുതൽ അറിയാവുന്നത്? മറിയത്തിനാണല്ലേ? കാരണം മറിയത്തിനറിയാം ക്രിസ്തുവിന് ഇന്ന കാര്യം ചെയ്താൽ മതി എന്നുള്ള കാര്യം മറിയത്തിനറിയാം. മർത്തായ്ക്ക് ക്രിസ്തുവിൻ്റെ ഇംഗിതം അറിയില്ല. ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ മർത്തായെക്കുറിച്ചുള്ള ആഗ്രഹം മർത്തായ്ക്ക് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മർത്ത പല പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നത്. ഇതേപോലെ ഇന്ന് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ച് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നടന്നു ചെയ്യണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള, കർത്താവിന് ഇഷ്ടമുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം. ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മഹത്വമേറിയ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ നോമ്പിലൂടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളത് ചിന്തിക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ല. നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം എന്താണ്? അപ്പോൾ ഈ നോമ്പ് കാര്യത്തിൽ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു തീരുമാനമാണ് നമുക്ക് നോമ്പിലൂടെ എടുക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് കൂടുതൽ ചേർന്നിരിക്കണം, അവൻ്റെ വചനങ്ങൾ കൂടുതൽ വായിക്കണം, അവൻ്റെ സഭയോട് കൂടുതൽ ചേർന്നിരിക്കണം, ശുശ്രൂഷയോട് ചേർന്നിരിക്കണം. നിനക്ക് ആധ്യാത്മികമായിട്ട് വളരാനുള്ള ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലയിലേക്കെല്ലാം ഇറങ്ങി ചെല്ലുക, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും എന്ത് ചെയ്യണം, എങ്ങനെ പറയണം, എന്ത് പറയണം, എങ്ങനെ ജീവിക്കണമെന്നെല്ലാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ നോമ്പിൻ്റെ മംഗളങ്ങൾ, ഒത്തിരി നല്ല കാഴ്ചപ്പാടോടുകൂടി ഈ നോമ്പിനെ സ്വീകരിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.